NSS പിന്മാറിയെങ്കിലും സാമുദായിക ഐക്യനീക്കത്തിൽ വീണ്ടും പ്രതീക്ഷയർപ്പിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സമാന ചിന്താഗതിക്കാർ ഒന്നിക്കണമെന്ന് SNDP യോഗം മുഖപത്രമായി യോഗനാഥത്തിൽ ലേഖനം വന്നു. ജാതി പറഞ്ഞ് പോരടിച്ചാൽ ഹൈന്ദവ സമൂഹം ഇനിയും അധോഗതിയിലേക്ക് പോകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആശങ്ക. അശ്വിൻ, എന്തായാലും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇത്തരമൊരു ബാന്ധവം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കിട്ടിയതിന് പിന്നിലൊക്കെ തന്നെ ഈ ബാന്ധവത്തിൻ്റെ രാഷ്ട്രീയമാണോ എന്ന് NSS സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് ഇപ്പോൾ സാധ്യതയില്ല എന്ന് കരുതി നിഷ്കരണം തള്ളിയിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി. ആ സമയത്താണ് വെള്ളാപ്പള്ളി ഹൈന്ദവ സമൂഹം ഇപ്പോഴെങ്കിലും ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് ആശങ്ക പങ്കുവച്ചുകൊണ്ട് യോഗനാഥത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. SNDPയുടെ മുഖപത്രമാണ് യോഗനാഥം, നിങ്ങൾക്കറിയാം. പക്ഷേ ഇതുകൊണ്ടൊക്കെ പെരുന്നയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയുക അശ്വിൻ, എന്താണ് വെള്ളാപ്പള്ളിയുടെ പുതിയ നീക്കം? ഈ ഐക്യനീക്കം പൂർണ്ണമായും അടഞ്ഞ അധ്യായമാണ് എന്ന് കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കിയതാണ്. പക്ഷേ അവിടെയും വെള്ളാപ്പള്ളി നടേശൻ പ്രതീക്ഷ കൈവിടുന്നില്ല. നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. SNDP NSS ഐക്യം എന്നതിനപ്പുറത്തേക്ക് നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യമാണ് പ്രധാനമായും SNDP ലക്ഷ്യം വെക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഈ മാസം പുറത്തിറങ്ങിയ SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിൽ സമാന ചിന്താഗതിക്കാർ ഒന്നിക്കണം എന്ന ഒരു പ്രഖ്യാപനത്തോടുകൂടി അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെയൊക്കെ സാമ്പത്തിക ശക്തികൾക്ക് മുന്നിൽ ഭൂരിപക്ഷം സമുദായങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അതിന് സമാന ചിന്താഗതിക്കാരായ ജാതി മത സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അവിടെ ജാതി പറഞ്ഞ വേർപെട്ട് നിന്നിട്ട് കാര്യമില്ല. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഹൈന്ദവ സമൂഹം ഒറ്റപ്പെടാതെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ NSS അടക്കമുള്ള ഇതര സാമുദായിക സംഘടനകൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യന്റെ വേദനയും സന്തോഷവും ഒന്നാണ്, തിരിച്ചറിവ് പലർക്കുമില്ല എന്നുള്ള ഒരു പരോക്ഷ വിമർശനം കൂടി ഈ ലേഖനത്തിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ആക്രമിക്കാൻ സമുദായത്തിലെ ചില കുലംകുത്തികൾ അക്രമികൾക്ക് ഇന്ധനം നൽകുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഈ യോഗനാഥം എഡിറ്റോറിയലിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ ഐക്യനീക്കവുമായി SNDPയും വെള്ളാപ്പള്ളി നടേശനും മുന്നോട്ട് തന്നെ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഈ എഡിറ്റോറിയലിലൂടെ വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.